പ്ലാസ്റ്റിക് അടങ്ങിയ വിചിത്രമായ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇന്ന് ലോകം. പല ഭൂഖണ്ഡങ്ങളും ഇന്ന് ആ പ്ലാസ്റ്റിക് കൂമ്പാരത്തിന്റെ ഇടയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പോലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് സമുദ്ര മാലിന്യങ്ങളും സൃഷ്ടിച്ച ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിന്റെ പിടിയിലായിട്ട് നാളുകളായി. എന്തിന്, മനുഷ്യരുടെ എല്ലാം ശരീരത്തിൽ പോലും ഇന്ന് പ്ലാസ്റ്റിക് കാണപ്പെടാറുണ്ട്. വടക്കൻ പസഫിക് സമുദ്രത്തിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് വലിയൊരു മാലിന്യ ഭൂഖണ്ഡമായി മാറിയിരിക്കുന്നു എന്നും പല ജീവികളുടെയും ഒരു ആവാസ സ്ഥലം കൂടി ആയിരിക്കുന്നു എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. മനുഷ്യർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോളിമറുകളും കംപ്രസ് ചെയ്യുന്നതിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപങ്ങളുമാണ് അവ. ഇപ്പോഴിതാ 5 ഭൂഖണ്ഡങ്ങളിലായി 11 രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് പാറകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. പ്ലാസ്റ്റിക്കുകൾ ഇപ്പോൾ ഭൂമിയുടെ ഭൗമശാസ്ത്രത്തെയും ബാധിച്ചിരിക്കുകയാണ്. ഒരു പുതിയ തരം പ്ലാസ്റ്റിക് അവശിഷ്ട പാറ, അതായത് പ്ലാസ്റ്റിക് റോക്ക് ഉണ്ടായിരിക്കുന്നു എന്നും പ്ലാസ്റ്റി സ്റ്റോൺ എന്ന് അതിന് നാമകരണം ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ പുതിയ പ്ലാസ്റ്റിക് റോക്ക് എങ്ങനെ 5 ഭൂഖണ്ഡങ്ങളിലായി എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ച് ചൈനയിലെ സിംഗ്വ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡെയ് ഹൂം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ലിയുവെ വാങ്ങും അടുത്തിടെ ഒരു പ്രബന്ധം എഴുതുകയുണ്ടായി. ഇക്കഴിഞ്ഞ മാർച്ചിൽ ഭൂഗർഭ ശാസ്ത്രജ്ഞനായ ഫെർണാണ്ടസ് അവൽറാഡ് സാന്റോസ് ബ്രസീലിൽ നിന്ന് ഏകദേശം 4 ദിവസത്തെ ബോട്ട് യാത്രയുള്ള പ്രദേശത്തേക്ക് നടത്തിയ യാത്രയിൽ പ്ലാസ്റ്റിക് കൂമ്പാരം കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായിരുന്നു. കുറെ ദിവസങ്ങൾ കൊണ്ട് അതൊരു പാറയായി രൂപപ്പെട്ടു എന്നാണ് പിന്നീടുണ്ടായിരുന്ന റിപ്പോർട്ട്. 10 വർഷം മുമ്പാണ് ജിയോളജിസ്റ്റുകൾ ഹവായ് തീരത്ത് ഒരു ഹൈബ്രിഡ് പാറ മാതൃക ആദ്യമായി കണ്ടെത്തിയതെന്ന് പറയുകയുണ്ടായി. അതിനുശേഷം കാലക്രമേണ രൂപപ്പെട്ട ഈ കല്ലുകൾ 5 ഭൂഖണ്ഡങ്ങളിലും 11 രാജ്യങ്ങളിലും കണ്ടെത്തിയെന്ന് പറയുന്നു. ചില വിദഗ്ധർ ഈ കല്ലുകളെ പ്ലാസ്റ്റിക് ഗ്ലോമറേറ്റ്, പ്ലാസ്റ്റിക് ടാർ, പ്ലാസ്റ്റിക് ക്രസ്റ്റ് ഓർ ആന്ത്രോപോക്വിനസ് എന്ന് വിളിച്ചപ്പോൾ പാറക്കെട്ടുകളുടെ രൂപത്തിൽ കാണപ്പെട്ടവയെ പ്ലാസ്റ്റിക് സ്റ്റോൺ എന്നും വിളിച്ചു. ഈ പാറകൾ സാധാരണയായി പ്രധാനമായും കുപ്പികളും പാത്രങ്ങളും കാരണം രൂപം കൊള്ളുന്നവയാണ്. വിവിധ രീതിയിലുള്ള പ്ലാസ്റ്റിക് പാറകൾ രൂപപ്പെടുമെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണയായി പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ ഒരു ക്യാമ്പ് ഫയറിലോ മാലിന്യങ്ങൾ കത്തുമ്പോഴോ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഉരുകുകയും അത് തണുക്കുമ്പോൾ മിനറൽ മാട്രിക്സിനുള്ളിൽ എടുത്തു വെക്കുകയും ചെയ്യും. ഇന്റർടൈഡൽ പാറകൾക്കെതിരെ തിരമാലകൾ ആഞ്ഞിടിക്കുമ്പോൾ സമുദ്ര സ്രോതസ്സുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഈ പാറയുടെ ഉപരിതലത്തിൽ പറ്റി നിൽക്കും. അങ്ങനെയാണ് പ്ലാസ്റ്റിക് പാറകളായി മാറുന്നത് എന്നാണ് ഗവേഷകർ പറഞ്ഞത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഉണ്ടായിരിക്കുന്ന വൻതോതിലുള്ള എണ്ണ ചോരുന്നതിന് ശേഷം കടൽ തീരത്തെത്തുമ്പോഴാണ് ഈ പ്ലാസ്റ്റിക് പാറകൾ രൂപപ്പെടുന്ന മറ്റൊരു വഴി ഉണ്ടാകുന്നത്. ഈ പ്ലാസ്റ്റിക് റോക്ക് ഹൈബ്രിഡുകൾ സമുദ്രത്തിനാണ് ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കാൻ പോകുന്നത് എന്നും ഗവേഷകർ പറയുകയുണ്ടായി. അറ്റ്ലാന്റിക്കിലെ മെഡീന ദ്വീപിൽ വസിക്കുന്ന ടെക്ടാറിയസ് ട്രിയാറ്റസ് എന്ന ജീവികൾക്കാണ് ഇങ്ങനെ കുന്നുകൂടി വരുന്ന പ്ലാസ്റ്റിക് പാറകൾ കാരണം പ്രശ്നമുണ്ടാകാൻ പോകുന്നത്. ബംഗ്ലാദേശ്, ബ്രസീൽ, ചൈന, ഹവായ്, ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, പെറു, പോർച്ചുഗൽ, സ്പാനിഷ് കറി ദ്വീപ്, യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിലാണ് പ്ലാസ്റ്റിക് പാറകൾ ഇപ്പോൾ ഉള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കോ ഇത് പടരുമോ എന്നാണ് ഗവേഷകർ ആലോചിക്കുന്നത്.